നമ്മുടെ രാജസ്ഥാനിൽ നമ്മുടെ പ്രതിനിധി അനിൽ വാസുദേവ് ഉണ്ട്. അനിൽ വാസുദേവ്, രാജസ്ഥാൻ്റെ ബോർഡറിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ നമുക്കൊപ്പം ചേരുകയാണ്. അനിൽ, അവിടുത്തെ അവസ്ഥാവിശേഷം എന്താണ്? ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഒരു രണ്ടാം സ്ഥാനമൊക്കെ തന്നെ രാജസ്ഥാനെ പറയാം. ഒരു 1000-ലധികം കിലോമീറ്റർ ദൂരം രാജസ്ഥാനുമായി രാജസ്ഥാൻ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. അപ്പോൾ ഈ അതിർത്തി പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ തന്നെ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്നുണ്ടായിരുന്നു, ഇന്നലെയും അതിന് ഒട്ടും തന്നെ കുറവുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു, ശക്തമായ തിരിച്ചടി നൽകി. 10 ഡ്രോണുകളോളം തകർത്തെന്നാണ് PTI ഒക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും നമ്മുടെ ഡിഫൻസിനെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടുള്ള PTI റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ശക്തമായി തിരിച്ചടിക്കുന്നുണ്ട്. ഇതുവരെ തന്നെ യാതൊരു തരത്തിലുള്ള അവിടുത്തെ നേറ്റീവ്സിന്, പ്രദേശവാസികൾക്ക് ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ പ്രതിരോധ സംവിധാനം ഏറ്റവും കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ആളുകൾ ആശങ്കയിലാണ്, വലിയ ആശങ്കയിലാണ്. കാരണം തുടർച്ചയായി, പ്രത്യേകിച്ച് രാത്രിയാണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഈ പാതിരാത്രിയുടെ മറവിലുള്ള പാകിസ്ഥാൻ്റെ ഇത്തരം അന്യായങ്ങൾ, അതിക്രമങ്ങൾ ഒരുപക്ഷെ പാവപ്പെട്ടവർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒപ്പം തന്നെ പൊക്രാനിലും ബാർമർ അടക്കമുള്ള പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ചും നമ്മുടെ സൈന്യം, അധികൃതർ ഒക്കെ തന്നെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അശാന്തിയാണ്, ഇല്ലെങ്കിൽ വലിയ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഈ രാജസ്ഥാൻ്റെ പല പ്രദേശങ്ങളിലും ഉള്ളത്. നമ്മളിപ്പോൾ ജയ്പൂരിൽ നിന്ന് ഈ ജയ്സാൽമേറിലേക്കുള്ള യാത്രയിലാണ്. ഇനിയും 200 കിലോമീറ്ററിലധികമുണ്ട്. പക്ഷേ ഈ വഴിയിലൊക്കെ തന്നെ കണ്ട കാഴ്ച, ഇത്ര ദൂരത്ത് അകലെയാണ്, ഏകദേശം 500 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശത്ത് പോലും ഒരു ഹൈ അലേർട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതിർത്തി പ്രദേശങ്ങളിൽ മാത്രമല്ല, അതിൻ്റെ തലസ്ഥാന പ്രദേശങ്ങളിലുമൊക്കെ തന്നെയുണ്ട്. നേരത്തെയൊക്കെ തന്നെ രാത്രി 10 മണി കഴിഞ്ഞാൽ പോലും ആളുകൾ ഉണ്ടാവുന്ന ഒരു സ്ഥലത്ത് ഇന്നലെ നമ്മൾ വന്നിറങ്ങുന്ന കാഴ്ച ഒട്ടും തന്നെ ആളുകളില്ല. സൈന്യവും ഇല്ലെങ്കിൽ അതോറിറ്റീസൊക്കെ തന്നെ നേരത്തെ തന്നെ മടങ്ങാനും ഇല്ലെങ്കിൽ ആളുകൾക്ക് ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജയ്സാൽമീർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇന്നലെയും ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിക്കുകയും 4 ജില്ലകളിലോളം ഈ ബ്ലാക്ക് ഔട്ട് ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും കടുത്ത ജാഗ്രതയിലാണ്, കനത്ത ജാഗ്രതയിലാണ്. ഒരു വലിയ ആശങ്കയുടെ മണിക്കൂറുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പാതിരാത്രിയിലാണ് ഈ പാകിസ്ഥാൻ്റെ അതിക്രമം എന്നുള്ളതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത്. ഓടി ഒളിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാകുമോ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം പല ഘട്ടത്തിലുമുണ്ട്. എന്നിരുന്നാൽ പോലും അപ്പോഴും രക്ഷയ്ക്കെത്തുന്നു. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമായി തിരിച്ചടിക്കുന്നു. എല്ലാ രീതിയിലുള്ള കരുതലുമായി കൂടെയുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർക്ക് ഇപ്പോൾ വലിയ പ്രതീക്ഷ നൽകുന്നത്. എന്തായാലും പൊക്രാൻ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഏറ്റവും തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലൊന്ന്, നമ്മുടെ പരീക്ഷണം നടന്ന സ്ഥലം. അവിടെ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ബ്ലാസ്റ്റിൻ്റെ ശബ്ദം കേട്ടു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലടക്കം പാകിസ്ഥാൻ നമ്മുടെ വലിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലൊക്കെ തന്നെ അവരുടെ ഡ്രോൺ ആക്രമണമോ അല്ലെങ്കിൽ മറ്റു പൊട്ടിത്തെറികളോ ഒക്കെ തന്നെ ഉണ്ടാക്കാനും അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ പോകുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ശക്തമായി തിരിച്ചടിക്കും, ഇല്ലെങ്കിൽ നമ്മൾ പ്രതിരോധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. SKN രാജസ്ഥാൻ്റെ ഈ പ്രദേശങ്ങളും ആശങ്കയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നൊരു മോചനം അല്ലെങ്കിൽ ഈ ആശങ്കയൊക്കെ തന്നെ മാറുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ ജയ്പൂരിൽ നിന്ന് യാത്രയിൽ ഇവിടെ കണ്ട ആളുകളൊക്കെ തന്നെയായി സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ അവർ പങ്കുവെക്കുന്ന വിവരം. അനിൽ വാസുദേവാണ് രാജസ്ഥാനിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്.